നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. വലിയ അവധി കാലഘട്ടം കഴിഞ്ഞാണ് നമ്മൾ വരുന്നത്. ഇന്ന് വിഷുവാണ്. എല്ലാവർക്കും നല്ലൊരു വിഷു ദിനം കിട്ടിയെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഇന്ന് നമ്മുടെ സൺഡേ മാർക്കറ്റ് ഔട്ട്ലുക്കിൽ നമ്മൾ വരും ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഈവൻറ്റുകളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കളും ട്രേഡിംഗ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരം ഉണ്ടാകത്തക്ക രീതിയിൽ നമ്മൾ രാവിലെ 7:00-ക്കും വൈകിട്ട് 7 മണിക്കും പ്രീ പോസ്റ്റ് മാർക്കറ്റ് ന്യൂസുകൾ നമ്മൾ കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ആഴ്ചയിലേക്ക് വരുമ്പോൾ എല്ലാ ആളുകൾക്കും അറിയാം, ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ള ഒരു ഷിപ്പ് ഇറാൻ അത് കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ജസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇറാൻ ആൻഡ് ഇസ്രായേൽ മിലിറ്ററി കമ്പാരിസൺ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇസ്രായേലിന് ഏകദേശം ഒരു 1.75 ലാക്ക് മിലിറ്ററി കപ്പാസിറ്റിയാണ് ഉള്ളത് എങ്കിൽ അത് ഇറാൻ ഏകദേശം ഒരു 5.75 ലാക്ക് മിലിറ്ററി കപ്പാസിറ്റി ഉണ്ട്. ന്യൂക്ലിയർ വെപ്പണിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഇറാന് ഇത്ര ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട് എന്ന് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതായത് ഇല്ല എന്ന് തന്നെയാണ് ഒഫീഷ്യൽ ഭാഷ്യമെങ്കിൽ ഓതറൈസ് ആയിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ലോക രാജ്യങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതായത് ഈ രണ്ട് രാജ്യങ്ങളെന്ന് പറയുന്നത് തുല്യ ശക്തികളാണ് എന്നുള്ളൊരു പ്രസ്താവന ഞാൻ നടത്തുന്നില്ല. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു സൈനിക ശക്തിയാണ്. പക്ഷേ മറുഭാഗത്ത് ഇറാൻ എന്ന് പറയുന്നത് ഫലസ്തീൻ പോലെ അത്ര ചെറിയ സൈനിക ശക്തിയുള്ളൊരു രാജ്യമല്ല. അറ്റ്ലീസ്റ്റ് ഈ ഒരു സൈനികരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഒരു ഇസ്രായേലിനേക്കാളും ഏകദേശം ഒരു 5 മടങ്ങ് 4 മടങ്ങ് കൂടുതൽ സൈനിക ബലം ഇറാനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധം മാർക്കറ്റിന് വളരെ ഇത് തുടരുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു വലിയൊരു മാഗ്നിറ്റ്യൂഡ് ലെവൽ ഉയർന്നു പോവുകയാണെങ്കിൽ മാർക്കറ്റിനെ അതൊരു വളരെ ശക്തമായിട്ട് ബാധിച്ചേക്കാം. കാരണം ഒറ്റ രാത്രി കൊണ്ട് ഈ ഒരു റഷ്യ ഉക്രൈന് ആക്രമിച്ച് കീഴ്പ്പെടുത്തുമെന്ന് ആ ഒരു കാലഘട്ടങ്ങളിൽ പല മാധ്യമങ്ങളും എഴുതിയിരുന്നു. എന്നാൽ ഇപ്പോൾ 2 വർഷം പിന്നിടുന്നു, ഉക്രൈൻ റഷ്യ വാറ് ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ അതിനർത്ഥം ഒരു രാജ്യങ്ങളുടെ തമ്മിലുണ്ടാവുന്ന യുദ്ധം ഒരു ഒറ്റ രാത്രി അല്ലെങ്കിൽ പെട്ടെന്ന് തീരാനുള്ള സാധ്യതകളില്ല. അപ്പോൾ ഈ ഒരു യുദ്ധം മാർക്കറ്റിന് വളരെ ഗൗരവമായിട്ട് തന്നെ നമ്മൾ പല ആക്ഷൻ എടുക്കേണ്ട സമയമാണ്. കാരണം ഇന്ത്യയുടെ ഒരു അവസ്ഥ വരുമ്പോൾ ഈ ഒരു ഏപ്രിൽ 19 നമ്മളുടെ ലോകസഭാ ഇലക്ഷൻ്റെ ഫസ്റ്റ് ഫേസ് തുടങ്ങുകയാണ്. ഈ ഒരു ഇലക്ഷന് നിലവിലുള്ള റൂളിംഗ് പാർട്ടി അധികാരം നിലനിർത്തും. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് മുന്നോട്ട് പോകുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ഈ ഒരു ന്യൂസ്, ഈ ഒരു യുദ്ധ സാഹചര്യമുള്ള ന്യൂസ് നമ്മൾ ഗൗരവമായിട്ട് തന്നെ എടുക്കണം. കാരണം കഴിഞ്ഞ ദിവസം FIIs ഇന്ത്യൻ മാർക്കറ്റിൽ 8,000 കോടി രൂപക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം സെല്ല് ചെയ്യുകയും കൂടാതെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം US മാർക്കറ്റ് തീവ്രമായിട്ട് ഉള്ള രീതിയിൽ ഇടിയുകയും ബിറ്റ്കോയിനും ഏകദേശം ഒരു 65,000 എന്ന റേഞ്ചിലേക്ക് ഇടിഞ്ഞ് താഴ്ന്ന് പോവുകയും ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഏകദേശം അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുക മാത്രമല്ല ചെയ്യുന്നത്, അതിൻ്റെ ഓൾ ടൈം ഹൈ എല്ലാം തന്നെ ഭേദിച്ച് ഗോൾഡ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $2,344 നിൽക്കുന്നത്. 2000-ൽ താഴ്ന്ന് നിന്നിരുന്ന ഒരു ഗോൾഡ്. അപ്പോൾ യുദ്ധം വരുമ്പോഴാണ് ഗോൾഡ് കയറുന്നത്. യുദ്ധം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇക്വിറ്റി മാർക്കറ്റ് ഇടിയും. അപ്പോൾ അത്തരത്തിലാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു കിടപ്പ്. ഞാൻ ന്യൂസിലേക്ക് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് പറയും മുമ്പ് ഇതാണ് ഇപ്പോഴുള്ള സാഹചര്യം. ഇനി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഈ ഏപ്രിൽ 18 രാജ്യത്തിലെ ഏറ്റവും വലിയ IT കമ്പനിയായിട്ടുള്ള ഇൻഫോസിസിൻ്റെ റിസൾട്ട് വരികയും ഏപ്രിൽ 20 ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായിട്ടുള്ള HDFC ബാങ്കിൻ്റെ റിസൾട്ട് വരികയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബുധനാഴ്ച ദിവസം നമ്മുടെ മാർക്കറ്റ് അവധിയാണ്. ബുധനാഴ്ച ദിവസത്തെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ചൊവ്വാഴ്ച ദിവസത്തിലേക്ക് മാറുകയും ചൊവ്വാഴ്ച ദിവസം നമുക്ക് ഫിനാൻഷ്യൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുടെയും എക്സ്പയറി ഒരുമിച്ചായിരിക്കുകയും അത് മാർക്കറ്റിനെ കൂടുതൽ വോളറ്റിലാക്കാനുള്ള സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പൊതുവേ ന്യൂസ് തുടങ്ങുന്നതിന് മുമ്പ് പറയാനായിട്ടുള്ളൊരു കാര്യം. ഞാൻ ന്യൂസുകൾ ഇതിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ന്യൂസാണ്. യുദ്ധവും അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ മറ്റുള്ള ന്യൂസ് ചാനലിലൂടെ കൃത്യമായിട്ട് അറിയാനായിട്ട് ശ്രമിക്കുക. വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട് നമ്മൾ ചാനലിലൂടെ അങ്ങനെയുള്ള യുദ്ധങ്ങളോ അതിൻ്റെ അപ്ഡേറ്റ്സുകളോ അതൊന്നും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് യഥാസമയം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ള ന്യൂസ് ഹെഡ്ലൈൻസ് ഉള്ളത്.
ഇനി നമുക്ക് നേരെ അടുത്ത ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ ഇൻ്റർനാഷണൽ ടൈം സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കാരണം കുറേ ആളുകൾക്ക് അതാണ് കംഫർട്ടബിൾ എന്നുള്ള റേഞ്ചിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും ഈവൻറ്റ് ഇവിടെ ഉണ്ട്. നേരെ പോകാം. US ഏപ്രിൽ 15 റീറ്റെയിൽ സെയിൽസ് 18 എന്ന് പറഞ്ഞാൽ ഏതാ സമയം 6 മണി. അപ്പോൾ അറിയില്ലാത്ത ആളുകൾക്ക് അങ്ങനെ നോക്കിയാൽ മതി. 12, 6, 18. അപ്പോൾ 18 എല്ലാ ആൾക്കാർക്കും അറിയാം. ഞാനത് കൂടുതൽ പറഞ്ഞ് പോകുന്നില്ല. അപ്പോൾ ഏപ്രിൽ 15 യൂറോസോണിൽ നിന്ന് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ 14:30. ഇന്ത്യയിലെ WP ഡേറ്റ 12. ഏപ്രിൽ 16 US നിന്ന് ബിൽഡിംഗ് പെർമിറ്റ് വരുന്നുണ്ട്. ഫെഡ്ചെയറിൻ്റെ ജെറോം പവലിൻ്റെ സ്പീച്ചും വരുന്നുണ്ട്. ടൈം അവിടെ കാണാം. ചൈനയുടെ GDP വരുന്നുണ്ട്. ജർമ്മനിയുടെ എക്കണോമിക് സെൻറ്റിമെൻറ്റ്സ്. UK അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. US നിന്ന് ഏപ്രിൽ 17 ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ്. യൂറോസോണിൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റ. UK ഇൻഫ്ലേഷൻ ഡേറ്റ. ഇന്ത്യ ബുധനാഴ്ച ദിവസം അവധി. ഏപ്രിൽ 18 ഇനീഷ്യൽ ജോബ്സ് ക്ലെയിം ഡേറ്റ US. കൂടാതെ ഏപ്രിൽ 19 റീറ്റെയിൽ സെയിൽസ് ഡേറ്റ 11:30 എന്നുള്ള രീതിയിലാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന അപ്ഡേറ്റ്സ്. ഇനി നമുക്ക് നേരെ നമ്മുടെ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. TCS രാജ്യത്തിലെ പ്രധാന IT കമ്പനിയായിട്ടുള്ള TCSൻ്റെ റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് 9% ഉയർന്ന് 12,434 കോടി രൂപ കരസ്ഥമാക്കി. ഡിവിഡൻഡ് ഒരു ഷെയറിന് 28 രൂപ കമ്പനി കൊടുക്കാനായിട്ട് കമ്പനി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ, റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡേറ്റ 10 മന്ത് ലോയിലാണ് ഉള്ളതെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ഓട്ടോ സെക്ടറിൽ നിന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ് ഉള്ളത്, ഇന്ത്യയിലെ ഓട്ടോ ഇൻഡസ്ട്രി 12% ഒരു വർധനവ്, എസ്പെഷ്യലി SUV മേഖലയിൽ 25% ഗ്രോത്ത് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് കറക്റ്റാണ്. പൊതുവെ ആളുകൾക്ക് ഇപ്പോൾ SUV കാറുകളോടാണ് കൂടുതൽ ഇഷ്ടം. ഇനി റിയാലിറ്റി മേഖലയായിട്ടുള്ള കോൾട്ട പാറ്റൽ കമ്പനി അവരുടെ ഹയസ്റ്റ് എവർ സെയിൽസ് കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ അവർ കിട്ടി എന്നുള്ള ന്യൂസ്. ലുപ്പിൻ ഫാർമ കമ്പനിയായിട്ടുള്ള ലുപ്പിൻ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഗുജറാത്തിലെ അവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിൽ ഇൻസ്പെക്ഷൻ നടത്തി. അപ്പോൾ ഒരു ഒബ്സർവേഷനൊന്നും റൈസ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ന്യൂസ്. ആനന്ദ് രതി കമ്പനി റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. 43 കോടി രൂപയിൽ നിന്ന് 55 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്താൻ സാധിച്ചു. കമ്പനി 9 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. കമ്പനി ഷെയർ ബൈബാക്ക് ചെയ്യാനായിട്ട് കമ്പനി ധാരണയായിട്ടുണ്ട്. ആസ്റ്റർ DM ഹെൽത്ത് കെയർ കമ്പനി ഒരു 118 രൂപയാണ് ഡിവിഡൻഡ് കമ്പനി ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് എന്നുള്ള ന്യൂസ്. ഗൾഫ് മേഖലയിൽ അവരുടെ ബിസിനസ് വിപുലപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയിലും അവരുടെ ബിസിനസ് വിപുലപ്പെടുത്തുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ ഇതിൻ്റെ ഭാഗമായിട്ട് റാലിയും നമ്മൾ കണ്ടു. സെൻകോ ഗോൾഡ് കമ്പനി ഗോൾഡ് ബിസിനസ് 13%, ഡയമണ്ട് ബിസിനസ് 19% വർദ്ധിപ്പിച്ചതായിട്ട് കമ്പനി അറിയിച്ചു. എൻജിനീയേഴ്സ് ഇന്ത്യ കമ്പനി ഡിറ്റക്ട് ടെക് എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയായിട്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗപ്പെടുത്താനായിട്ടുള്ളൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. JSW എനർജി കമ്പനി 45 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ളൊരു വിൻഡ് പവർ പ്രോജക്റ്റ് റിലയൻസ് പവറിൻ്റെ ഭാഗത്തു നിന്ന് ഇവർ വാങ്ങിച്ചു എന്നുള്ള ന്യൂസ്. വരുൺ ബിവറേജ് കമ്പനി പെപ്സിയുടെ നിർമ്മാതാക്കളാണ് ഇന്ത്യയിൽ. അപ്പോൾ അവർ സോഫ്റ്റ് ഡ്രിങ്കുകൾ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് കമ്പനി തീരുമാനമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു പ്ലാന്റ് UP ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർ സെറ്റപ്പ് ചെയ്തു. ഈ പ്ലാന്റിൽ നിന്നുള്ള ഒരു കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചു. ISMT കമ്പനി പുതിയൊരു ഓർഡർ കിട്ടി, 155 കോടി രൂപയുടെ ഓർഡർ. ലെമൺ ട്രീ ഹോട്ടൽ നേപ്പാളിൽ അവരുടെ ഒരു പുതിയൊരു ഹോട്ടൽ ഓപ്പൺ ആക്കി. ഗോഡ്ഫ്രൈ ഫിലിപ്സ് കമ്പനി ഇന്ത്യയിൽ മാൽബ്രോ പോലെയുള്ള സിഗരറ്റിൻ്റെ ബിസിനസ് ചെയ്യുന്നൊരു കമ്പനിയാണ്. ഇവർ 24/7 എന്ന് പറയുന്ന ഒരു റീറ്റെയിൽ ചെയിൻ, ഇപ്പോൾ ദുബായിലുള്ള ആളുകൾക്ക് അറിയാം, അവിടെ 24/7 വളരെ പോപ്പുലറാണ്. ഇന്ത്യയിൽ അത്ര പോപ്പുലർ അല്ല, ഇന്ത്യയിൽ തുടങ്ങിയിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ അത്ര കാര്യക്ഷമമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവർ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് പിന്മാറുകയാണെന്ന് കമ്പനി അറിയിച്ചു എന്നുള്ളതാണ് ന്യൂസ്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഏറ്റവും താഴെ നാസ്ഡാക്ക് ഇടിഞ്ഞു, ഡോ ഇടിഞ്ഞു, അതിന് മുകളിലുള്ള യൂറോപ്യൻ മാർക്കറ്റ് ഇടിഞ്ഞു, ബിറ്റ്കോയിൻ ഇടിഞ്ഞു. നമുക്ക് ഏറ്റവും ടോപ്പിൽ ഗോൾഡ് കാണാം, $2,344 എന്ന നിലയിലാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഇടിഞ്ഞു. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ നാളെ രാവിലെ 7:00 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ട്രേഡ് ചെയ്യാനായിട്ട് എസ്പെഷ്യലി ഓപ്ഷനൊക്കെ ചെയ്യാൻ തക്ക രീതിയിൽ എല്ലാ ഫാർ OTM കിട്ടുന്ന രീതിയിൽ അപ്പ് സ്റ്റോക്ക് അവൈലബിൾ ആണ്. എല്ലാ ഫാർ OTM ഡിസ്കൗണ്ട് ബ്രോക്കറാണ് ഇന്ത്യയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ ബ്രോക്കേഴ്സാണ് ഡിസ്കൗണ്ട് ബ്രോക്കർ. അങ്ങനെ തരത്തിൽ ഉള്ള ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ്പ് സ്റ്റോക്ക്.
അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പ്രത്യേക അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ചാർജുകളോ കാര്യങ്ങളൊന്നുമില്ല. ട്രൈ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റായിട്ട് എത്താം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു.